ഹലോ ഫ്രണ്ട്സ്, ഒരു സെയിൽസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിയുള്ളൊരു സെയിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത് കോൾഡ് കോൾ വിളിച്ച് ഒരു പ്രോസ്പെക്റ്റിനെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഈ കോൾഡ് കോൾ എന്ന ഫിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ രണ്ട് കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ കോൾഡ് കോൾ വിളിച്ച് ഈവൻ കോളിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം വേണ്ട ഒരു കാര്യം, നമുക്ക് നല്ലൊരു സെയിൽസ് സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സെയിൽസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നാച്ചുറൽ ആയിട്ടായിരുന്നു ചെയ്യുന്നത്. ഈ സെയിൽസ് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് പറയാം. 3 സിനാരിയോ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു സിനാരിയോ, നമ്മൾ കസ്റ്റമറിനെ കോൾ ചെയ്യുന്നു, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ. ആ സമയത്ത് സംഭവിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഫിയർ അത് വളർന്നു നമ്മുടെ ബ്രെയിനിൽ വരെ എത്തി ആ ബ്രെയിൻ അങ്ങ് ഫ്രീസ് ആവും. നമ്മൾ കസ്റ്റമറിനെ വിളിക്കും, കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തും. അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി കയറി ചോദിക്കും, സാറിന് ഈ പ്രോഡക്റ്റ് വേണോ? ഏതൊരു കസ്റ്റമർ ആണെങ്കിലും ഒരു 99% ആൾക്കാരും അപ്പം തന്നെ പറയും വേണ്ട, ഞങ്ങൾ പുതിയ പ്രോഡക്റ്റ് ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകും. അതിപ്പോൾ ബിസിനസ് ടു ബിസിനസ് സെയിൽ ആയിക്കോട്ടെ, ബിസിനസ് ടു കസ്റ്റമർ ആയിക്കോട്ടെ, അവിടെ തന്നെ ആ സെയിലവിടെ ക്ലോസ് ആവുകയാണ്, കംപ്ലീറ്റ് ഡാമേജായി നമ്മുടെ ആ സെയിൽസ് കോൾ. ഇനി രണ്ടാമത്തെ ഒരു സിനാരിയോ ഉണ്ട്. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നമ്മൾ പറയും സാർ ഇങ്ങനെ സംസാരിച്ചോടെ തന്നെ നമ്മുടെ കമ്പനിയുടെ പേര് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ കസ്റ്റമർ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒക്കെ അറിയാം, ഞങ്ങൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പോൾ അവിടെയും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്ലോസ് ആവുകയാണ്. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, കാരണം കസ്റ്റമർ ഓൾറെഡി പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചോളാം. ആ ഒരു സിനാരിയോയിൽ നമ്മൾ ബ്ലോക്ക് ആവും. ഇനി മൂന്നാമത്തെ ഒരു സിനാരിയോ ഉണ്ട്. നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, അത്യാവശ്യം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണെങ്കിൽ നമ്മൾ കോൾ വിളിച്ചു, സംസാരിച്ച് തുടങ്ങി, നമ്മൾ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യണേക്കാളും മുമ്പ് കസ്റ്റമർ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി, ആകെ ഒരു ഡിസ്കഷൻ കാർഡ് പിടിച്ചങ്ങ് പോകും. പോയി കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കസ്റ്റമർ നല്ല രീതിയിലൊക്കെ സംസാരിക്കും. അതായത് കസ്റ്റമർ പെട്ടെന്ന് പറയും, അയ്യോ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി തിരക്കാണ്, ഞാൻ പിന്നെ ആവശ്യം വരുമ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കസ്റ്റമർ കോൾ കട്ട് ചെയ്യും. അതായത് നമ്മൾ ഈ 10 മിനിറ്റൊക്കെ സംസാരിക്കുമെങ്കിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യവും നമുക്ക് അയാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരും, പിന്നെ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, കാരണം ഡിസ്കഷൻ ടോപ്പിക് എൻ്റെ മാറിപ്പോയി. അപ്പോൾ ഈ 3 സിനാരിയോയിലും നല്ലൊരു സ്ക്രിപ്റ്റ് ഇവിടെ കയ്യിലില്ലാത്ത കാരണമാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല രീതിയിലൊരു സ്ക്രിപ്റ്റ് ഇവിടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫ്രീസ് ആവുക എന്നുള്ള ആ പ്രോബ്ലം നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം നമുക്കറിയാം എന്താ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, എങ്ങനെയൊക്കെ ചോദിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ കാർഡ് കയറിപ്പോയ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അജണ്ട എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഒരു കസ്റ്റമറിനെ വിളിക്കുന്നതെങ്കിൽ നമുക്ക് എൻ്റെ ഡിസ്കഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് നിർത്താൻ സാധിക്കും. പിന്നെ ഫുൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മൂന്നാമത്തെ സിനാരിയോ. അത് നല്ല രീതിയിൽ സംസാരിച്ചെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് തന്നെ കോള് അയ്യോ എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, സാർ എനിക്ക് കുറച്ച് കാര്യം കൂടെ അറിയണമെന്നുണ്ടായിരുന്നു, ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ, സാർ ഞാൻ നാളെ എന്ന് ഇതേ സമയത്ത് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വിളിച്ചോട്ടെ, അങ്ങനെ പറഞ്ഞ് നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജ് ഓപ്പണിംഗ് അവിടെ ഇട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സ്ക്രിപ്റ്റ് എപ്പോഴും നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നാച്ചുറലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസൊക്കെ ഈ ലൈവ് ബ്രോഡ്കാസ്റ്റഡ് ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് ഇരിക്കും, അതായത് ലൈവായിട്ട് പോകുന്ന ഇൻ്റർവ്യൂവിന്. അപ്പോൾ അവരോടോരോ ചോദ്യങ്ങളൊക്കെ ചോദ്യമായിട്ട് അവർ ആൻസർ ചെയ്യേണ്ട കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്ത് ഇൻ്റലിജൻ്റ് ആയിരുന്നൊക്കെ. പക്ഷേ മിക്ക കേസിലും ഈ ഇൻ്റർവ്യൂവിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ 1-2 ആഴ്ച മുമ്പ് തന്നെ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ അത് സ്ക്രിപ്റ്റ് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് അവരത് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ സെയിൽസ് കോൾ ക്വസ്റ്റ്യൻസും സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത്. വളരെ നാച്ചുറൽ ആയിരിക്കണം, എല്ലാം ഒരു സീക്വൻസിലായിട്ട് പോകുന്നതായിട്ട് കസ്റ്റമറിന് ഫീൽ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം എന്ന് ഞാൻ പറയാം. നമ്മളൊരു നല്ല രീതിയിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ നല്ല രീതിയിലൊരു ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കസ്റ്റമറിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കാം, അവരുടെ പേഴ്സണൽ ഡാറ്റ കിട്ടാൻ വേണ്ടി അവരുടെ ഫേസ്ബുക്കോ അങ്ങനെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കാം, പിന്നെ കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കാം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ എടുത്ത് നോക്കി കുറച്ചൊരു ബേസിക് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംസാരിക്കാൻ കുറച്ച് ടോപ്പിക്കുകളും കുറച്ച് കാര്യം കിട്ടി, അത് അവരെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇയാളുടെ റെഫറൻസ് കിട്ടിയത് അല്ലെങ്കിൽ കസ്റ്റമർ റെഫറൻസ് കിട്ടിയെന്നും പറഞ്ഞു. ഈ പറയുന്ന 2 കാര്യങ്ങളും ഒരു 6-7 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് മാക്സിമം അതിനുള്ളിൽ നിർത്താൻ ശ്രമിക്കണം. കാരണം ആദ്യത്തെ ഒരു
8 to 10 സെക്കൻഡ് എങ്ങനെ പോകുന്നോ അതനുസരിച്ചിരിക്കും പിന്നെയുള്ള 10 to 30 സെക്കൻഡ് സമയം കസ്റ്റമർ നമുക്ക് സംസാരിക്കാൻ തരുന്നത്. ഈ ആദ്യത്തെ 10 സെക്കൻഡ് കോളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അവിടെ തന്നെ കോളാവും, പിന്നെയുള്ള ഒന്നും സംസാരിക്കില്ല. ഈ ആദ്യത്തെ കുറച്ച് സമയം നന്നായി സംസാരിച്ചാണ് കസ്റ്റമറും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് 10 സെക്കൻഡോളം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് കസ്റ്റമറിൻ്റെ ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അവരുടെ മാർക്കറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന് അഡ്വാൻറ്റേജ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സാറിൻ്റെ കഴിഞ്ഞ പുതിയ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് പിടിച്ചു അല്ലേ, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടെന്നാണ് കേട്ടത്, സാറിന് പുതിയ പ്രോഡക്റ്റ് എന്നാ വന്നെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അവർക്കും കൂടുതൽ സംസാരിക്കാൻ താല്പര്യം തോന്നും. കാരണം എല്ലാ ആൾക്കാർക്കും സ്വന്തം കാര്യം കൂടുതൽ പറയാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചു കൊണ്ടുവരിക. അപ്പോൾ അവരൊരു ടോക്കിംഗ് മോഡിലേക്ക് അവരുടെ ബ്രെയിൻ അങ്ങ് സെറ്റാവും. നമ്മളോട് സംസാരിക്കാൻ നമ്മളൊരു കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ 1-2 മിനിറ്റൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ടോപ്പിക്ക് അവരുടെ ഫാമിലി മാറ്ററിലേക്ക് കൊണ്ടുവരിക. അതായത് പറയുക, സാറിന് ഇപ്പോൾ ഒരുപാട് വർക്ക് ലോഡൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ സാർ എങ്ങനെയാണ് സാറേ ഫാമിലി മാനേജ് ചെയ്യുന്നത്, സാറിന് 2 പിള്ളേരാണല്ലോ, ഈ ഡേറ്റയൊക്കെ നമ്മൾ ആദ്യമേ ഫേസ്ബുക്കിൽ നിന്നോ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വെച്ചാൽ ഡേറ്റ ഉണ്ടാവും. അത് സാറിന് കുഞ്ഞു കുട്ടിയല്ലേ ഉള്ളത്, അപ്പോൾ സാറിന് ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ അധികം, അങ്ങനെയൊക്കെ അവരൊരു ഫ്രണ്ട്ലി ടോക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർ കൂടുതൽ നല്ലൊരു കംഫോർട്ട് സോണിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു കംഫോർട്ട് സോണിൽ എത്തിക്കുമ്പോൾ നമുക്കും നല്ല കോൺഫിഡൻസ് തോന്നും, അവർക്കും നല്ലൊരു കംഫോർട്ട് സോൺ തോന്നും. അപ്പോൾ രണ്ടുപേരും ഒരേ ലെവലെത്തുമ്പോൾ പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യം പറയാം, സാർ ഞാൻ വിളിച്ചത് ഇന്നൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം, സാറിൻ്റെ ഇന്ന പ്രൊജക്റ്റിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ആ പ്രൊജക്റ്റിനെ പറ്റിയൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു ഇൻസ്ട്രുമെൻ്റാണ് ഞങ്ങളുടെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഷനറിയാണ് ഞങ്ങളുടെ ഉള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അതിനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ അവരുടെ വർക്കിംഗ് ഡൊമൈനായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവരോട് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ സീക്വൻസ് ആയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പയ്യെ പിന്നെ നമ്മുടെ സെയിൽസ് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്ന് അതും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക്ക് അതിനവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിന് ഫോളോ അപ്പ് ടോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, മനസ്സിലോ അല്ലെങ്കിൽ പേപ്പറിലോ കൃത്യമായിട്ട്. അപ്പോൾ അതനുസരിച്ച് ചോദ്യം പോകുമ്പോൾ അവർക്കൊരിക്കലും അതൊരു സ്ക്രിപ്റ്റഡ് ഡിസ്കഷനാണെന്ന് തോന്നുന്നില്ല, അവരതനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പൊളിറ്റീഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ പറയുമ്പോൾ അടുത്ത ചോദ്യം ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ ആ ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ബോറടിക്കുന്നില്ല, അവർ നല്ല ഡാറ്റ തരുകയും ചെയ്യും, നമുക്ക് വേണ്ട ഇൻപുട്ടെല്ലാം കിട്ടും. ഇനി ഞാൻ പറഞ്ഞ 2 കാര്യം, ആദ്യം നല്ല സ്ക്രിപ്റ്റ് വേണം, ഇനി വേണ്ട കാര്യം നല്ലൊരു ലിസണർ ആയിരിക്കണം. ഏത് സെയിൽസ്മാൻ്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിസണർ ആണെങ്കിലാണ് നല്ലൊരു സക്സസ് ആകാൻ പറ്റുള്ളൂ. ലിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിന് ലിസൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം ലിസൺ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടാക്കില്ലോ, ഇതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിച്ച് നമ്മൾ ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യണം. കസ്റ്റമർ കോൾ ചെയ്യാനേക്കാളും നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്യണം. നമ്മൾ ചോദ്യം ചോദിച്ചു, കസ്റ്റമർ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിൽ ആലോചിച്ചു, അങ്ങനെ തിരിച്ച് അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ ആ കംപ്ലീറ്റ് ഡിസ്കഷൻ ഒന്ന് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുക. അതിന് ശേഷം അത് ഒരു തവണ മൊത്തത്തിൽ ഒന്ന് കേൾക്കുക. അപ്പോൾ നമുക്ക് നല്ല ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു ചോദിക്കേണ്ടത്, കസ്റ്റമർ പറഞ്ഞാൽ എന്തോരം ഗ്യാപ്പ് കൊടുക്കണം, എങ്ങനത്തെ സൗണ്ട് മോഡുലേഷൻ ചെയ്യണം, പിന്നെ നമ്മൾ എന്തെങ്കിലും കൂടുതൽ കാര്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, എന്തെങ്കിലും കാര്യം വിട്ടുപോയോ, അങ്ങനെ ഫുൾ ഒരു തവണ കേട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിൻ്റെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്, കസ്റ്റമർ എന്താണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഡിസ്കഷൻ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കോൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കസ്റ്റമറിനോട് ചോദിക്കും, കസ്റ്റമർ അതനുസരിച്ച് ആൻസർ പറയും, നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, കസ്റ്റമർ അവരുടെ റെസ്പോൺസ് പറയും. നമ്മൾ ആ ഡേറ്റയൊക്കെ എല്ലാം മനസ്സിൽ ആലോചിച്ചെടുക്കാനും സേവ് ചെയ്യാനും ഒക്കെ സമയം കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും കുറേ കസ്റ്റമറായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പകുതി കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിട്ടുപോകും. കാരണം നമ്മുടെ മനസ്സിലതില്ല കാര്യങ്ങളൊന്നും. ഈ സിനാരിയോയിൽ നമുക്കറിയാം എന്താ അടുത്ത് ചോദിക്കേണ്ടതെന്നും ഈ വിട്ടുപോകണതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് അടുത്ത് എന്താ ചോദിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് പഴയ കാര്യം വിട്ടുപോകണേ. ഈ സിനാരിയോയിൽ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, ബൈ ഡിഫോൾട്ട് നമ്മുടെ മൈൻഡിനുള്ളിൽ ഉണ്ട് ഡേറ്റ മൊത്തം. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്കഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും, കസ്റ്റമറിന് ഒരിക്കലും ബോറടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ കോൾ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ആ കോൺഫിഡൻസ് ലെവൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരുപാട് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ട്രൈ ചെയ്തിട്ട് ഇരിക്കുകയാണ്. കാരണം ഞാൻ സെയിൽസ്മാൻ ആണെങ്കിലും എനിക്കൊരു ഫിയർ ഉണ്ട്, ഞാനത് ഓവർകം ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കും സക്സസ് ഉണ്ടാവും. അപ്പോൾ ഫൈൻ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ സമയം ചെലവഴിച്ച നിങ്ങൾക്ക് താങ്ക്സ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സെയിൽസ് ഫീൽഡിലുള്ളവർക്ക് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുവാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയുള്ള കാലങ്ങളത്തേക്ക് ഈ ലോക്ക്ഡൗൺ വന്നുകൊണ്ടും ഈ കൊറോണ ഇതൊക്കൊണ്ടും ഭയങ്കര മടിയായിരിക്കും ഈ ആൾക്കാർക്ക് മീറ്റിംഗ് ഒക്കെ തരാനായിട്ട്. അപ്പോൾ അവരോടെങ്കിലും ഫോണിലൂടെയൊക്കെ സംസാരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ബൈ, സീ യു, താങ്ക്സ്. ഇനി പുതിയൊരു വീഡിയോ തന്നെ വരെ, ബൈ.